ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പെസഹ വ്യാഴാഴ്ച ഞങ്ങളുടെ വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നതും അമ്മച്ചി ഞങ്ങൾക്കത് മുറിച്ച് തരുന്നതായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. എന്നാൽ പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം അപ്പം തയ്യാറാക്കാനായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ചട്ടി വെച്ചു. അതിനുശേഷം ഒരു ഗ്ലാസ് ഉഴുന്ന് എടുക്കുവാണെങ്കിൽ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ. അതൊന്ന് പാകത്തിന് വറുത്തെടുക്കണം. ഒരു അല്പം ബ്രൗൺ കളർ ആവണവരെ ഒന്ന് വറുക്കുക, നന്നായിട്ട് വറുക്കുക. അതിനുശേഷം നമ്മളത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിരുന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അതിനുശേഷം നമ്മളത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുക്കും. അത് അടിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ചിരകിയത്, ഒരു തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അടിഞ്ഞു പോകരുത്, അതാണ് ആ അപ്പത്തിൻ്റെ പാകം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഉഴുന്നടിച്ചതും തേങ്ങ അടിച്ചതും കൂടി ഒന്ന് ചേർത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ അരിപ്പൊടി എടുക്കുവാണ്. ഒരു 2 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് ഉഴുന്നാണെങ്കിൽ 1.5 ഗ്ലാസ് അരിപ്പൊടി മതി. അത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഉഴുന്നും തേങ്ങയും കൂടി അടിച്ചത് ചേർക്കുവാണ്. അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് എല്ലാവരുടെയും പാകത്തിന് നോക്കിയിട്ട്, കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി മതി. പാത്രത്തിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഓശാന ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ നിന്ന് ലഭിച്ച കുരുത്തോല അവിടെ കുരിശായിട്ട് അടയാളം വെച്ച് കൊടുത്തു. നമ്മളിനി പാത്രം അടയ്ക്കുവാണ് കേട്ടോ, വേവിക്കാം. ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ആകുമ്പോഴേക്കും അപ്പം ആയിട്ടുണ്ട്. ഇനി ശർക്കര നമുക്ക് ഉരുക്കാൻ വയ്ക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ അടിച്ചു വെച്ചത്, അതൊരു 2-3 തേങ്ങ എടുത്താലും നല്ലത്, കുഴപ്പമൊന്നുമില്ല. നല്ല പാലായിട്ടിരിക്കട്ടെ. ആദ്യത്തെ പാല്, രണ്ടാമത്തെ പാല്, മൂന്നാമത്തെ പാല്. ഈ മൂന്നാമത്തെ പാല് ആദ്യം ഒഴിക്കണം, അതായത് അവസാനത്തെ പാല്. അതിനോടുകൂടെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ശർക്കര ഒന്ന് അരിച്ചിട്ടൊക്കെ വേണം കേട്ടോ. രണ്ടാമത്തെ പാല് ഒഴിച്ചു, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനിടയിൽ നമ്മൾ 2-3 സ്പൂൺ അരിപ്പൊടി പാല് ചേർത്ത് അതും കൂടി ഈ ഒരു മിക്സിയിലേക്ക് ഇടുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തിക്നെസ് കിട്ടാനാണ്. അധികം തിക്നെസ് വേണമെന്നുള്ളവർ 1 സ്പൂണും കൂടി കൂടുതൽ അരിപ്പൊടി ഇട്ടാൽ മതി. ഏലക്ക, ജീരകം, ചുക്ക് പൊടിച്ചത് നമ്മൾ അതിലേക്ക് ചേർത്തു. അതിനുശേഷം ആദ്യത്തെ പാലും കൂടി ചേർത്ത് ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടുക്കി പിടിക്കരുത്, അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ എല്ലാം റെഡിയായിട്ടോ. അപ്പവും റെഡിയായി, പാലും റെഡിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. പിന്നെ അമ്മച്ചി എല്ലാവർക്കും അപ്പവും പാലും കൊടുത്തു. ആദ്യം തന്നെ ലോൺസായന് അപ്പം പാലിൽ മുക്കി കൊടുത്തു. അതിനുശേഷം അനീത്തിയുടെ ഹസ്ബൻഡ്, ആൻ്റണിയും അപ്പവും പാലും വാങ്ങിച്ചു അമ്മച്ചിയുടെ നിന്ന്. പിന്നീട് അനീത്തിയാണ് കേട്ടോ വരുന്നത്, ലിഷ, അവൾക്ക് അമ്മച്ചി കൊടുത്തു. പിന്നെ വരുന്നത് ഞാനാണ് കേട്ടോ. ഞാനും ഓടിപ്പോയി വാങ്ങിച്ചു. അമ്മച്ചിയുടെ കയ്യിൽ നിന്നേ ഇങ്ങനെ അപ്പവും പാലൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നീട് അനീത്തിയുടെ മോളാണ് കേട്ടോ വരുന്നത്. അവളും അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് അപ്പവും പാലും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ പെസഹ വ്യാഴം വളരെ സന്തോഷമായിട്ട് കടന്നുപോയി. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.